ആവേശകരമായ കംബാക്ക് നടത്തിയിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ്. മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിനാണ് അവർ തോൽപ്പിച്ചത്. ലാസ്റ്റ് ഓവർ വരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. ലക്നൌവിന് വേണ്ടി ഓപ്പണിംഗ് മിച്ചൽ മാർഷ് തകർത്ത് കളിക്കുകയായിരുന്നു. 31 ബോളിൽ 60 റൺസ് നേടി. അതുപോലെ തന്നെ അവർ ഓപ്പണിംഗ് കൂട്ടുകെട്ടായ എയ്തൻ മാക്രോവും 53 റൺസ് നേടി. ആയുഷ് ബദ്വാനി നല്ലൊരു പിന്തുണ നൽകി. ലാസ്റ്റ് ഓവറിൽ ഡേവിഡ് മില്ലറിൻ്റെ വെടിക്കെട്ട് അങ്ങനെ 200 കടത്തി സ്കോറ്. പക്ഷെ മുംബൈക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയില്ല. 2 ഓപ്പണേഴ്സിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. രോഹിത് ശർമ്മക്ക് പകരം വന്ന നമാന്തിർ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ ലാസ്റ്റ് ഓവറിൽ ഹാർദിക് 22 റൺസാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അത് നേടാൻ അവരെ കൊണ്ടായില്ല. ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ ബൗൾ ചെയ്തു, 5 വിക്കറ്റ് നേടി. അപ്പോൾ ഡ്രീം 11 നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. വൈസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ്. 1211 പോയിൻ്റാണ് ടീമിലുള്ളത്. തിലക് വർമ്മക്ക് പരിക്കുപറ്റി പോയത് ഒരു റീസണാണ് മുംബൈക്ക്. വിഘ്നേഷ് പുത്തൂർ എടുത്തു പറയേണ്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവരെ മിന്നും മിച്ചൽ മാർഷിനെ വളരെ മികച്ച രീതിയിൽ റിട്ടേൺ ക്യാച്ചിലൂടെ പുറത്താക്കി. പക്ഷേ ഡ്രീം 11 വിന്നേഴ്സിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടീം ഇട്ടിട്ടുണ്ട്. ഇവൻ എക്സാക്റ്റ് ടീം, അവൻ എടുത്തു പറയണം. ഡ്രീം 11 ടീം തന്നെ ഇട്ടവൻ 3 കോടി നേടിയിട്ടുണ്ട്.